അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന VR രാമകൃഷ്ണനെതിരെയാണ് ഭീഷണി ഉണ്ടായത്. പത്രിക പിൻവലിച്ചില്ലെങ്കിൽ കൊന്നുകളയും എന്നാണ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജംഷീർ ഈ ഭീഷണി സന്ദേശം മുഴക്കുന്നത് നമ്മൾ ടെലിഫോൺ സംഭാഷണത്തിലൂടെ ഇപ്പോൾ വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭീഷണി നേരിട്ട ശ്രീ VR രാമകൃഷ്ണൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ രാമകൃഷ്ണൻ, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഈ ഭീഷണിക്ക് ശേഷം പിന്നീട് ഫോണിലൂടെയുള്ള ഭീഷണിക്ക് പുറമെ മറ്റെന്തെങ്കിലും ഭീഷണി ഉണ്ടായോ? ആ ഭീഷണി ജംഷീർ പറയുന്നതിന് മുന്നം 2-3 ദിവസം മുന്നം വേറെ 2-3 ആൾക്കാർ വന്നത് ഞാൻ മത്സരിക്കാൻ പാടില്ല, പിൻവലിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ രാത്രിയിലാണ് ആദ്യം ജംഷീർ എന്നെ വിളിച്ചിട്ട് കുറെ അനാവശ്യം പറഞ്ഞു. അപ്പൊ ഞാൻ ഫോൺ കട്ട് ചെയ്ത്. രണ്ടാമത് വീണ്ടും വിളിച്ച് ഞാൻ ഫോൺ എടുത്ത് ഒരു 8 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ് ലാസ്റ്റാണ് പറഞ്ഞത്, നിങ്ങളിത് പിൻവലിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ഫോൺ കട്ട് ചെയ്യുന്നത്. ഈ ജംഷീറുമായിട്ട് എന്തെങ്കിലും വ്യക്തിപരമായ വിരോധമുണ്ടോ, അതോ പാർട്ടിയുടെ ഇടപെടലാണെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? ഇല്ല, ഞാൻ ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ വിശ്വസ്തയോടും ഏറ്റവും കൂടുതൽ ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു പയ്യൻ വളർന്നു വരുന്നതിനോട് വലിയ താല്പര്യം കാണിച്ചു വളർത്തിക്കൊണ്ടുവന്നവനാണ്. അപ്പൊ പിന്നെ ഇത് ആരുടെ താല്പര്യപ്രകാരമായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഭീഷണി? അത് ആരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ സെക്രട്ടറിയുടെ താല്പര്യമായിരിക്കും. കാരണം ഏരിയ സെക്രട്ടറി അവിടെ ഞാൻ മത്സരിക്കുന്നത് തൊട്ടടുത്ത വാർഡിൽ മത്സരിക്കുന്നുണ്ട്. 3 പ്രാവശ്യം പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിച്ച ആളാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയ ആളാണ്. അപ്പൊ വീണ്ടും ഏരിയ സെക്രട്ടറി ആയിട്ട് ആ സ്ഥാനം മാറ്റി വെച്ചുകൊണ്ട് മത്സരിച്ച് ജനറൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ രീതിയിലുള്ളൊരു ഭീഷണി ആ രീതിയിലാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമുള്ള കാര്യമല്ല. ഈ താങ്കളെ പിന്തിരിപ്പിക്കാൻ മറ്റെന്തെങ്കിലും അനുനയ നീക്കങ്ങൾ നടത്തുകയും അത് പരാജയപ്പെട്ടതുകൊണ്ട് പിന്നെ ഭീഷണി, അങ്ങനെയാണോ? അനുനയ നീക്കങ്ങൾ പല ആൾക്കാരും മുഖാന്തരമായിട്ട് നമ്മളോട് പറഞ്ഞു. അപ്പൊ നമ്മളത് സമ്മതിക്കുന്നില്ല. കാരണം അത്രയും അഴിമതിയും കൊള്ളയുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണോ താങ്കൾ എങ്ങനെ മത്സരിക്കാൻ തീരുമാനിച്ചത്? അതുകൊണ്ട് തന്നെയാണ് എന്നെ മത്സരിക്കുന്നത്. ഞാൻ ഇത്രയും വർഷം മാറ്റി നിന്നിട്ടും വേറൊരു പാർട്ടി പോകാനോ ചിന്തിക്കാനോ 40 വർഷമായിട്ട് ഇന്നും ദേശാഭിമാനി വായിക്കുന്ന അട്ടപ്പാടിൽ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. ശരി. അല്ല ശ്രീ രാമകൃഷ്ണൻ, ഇതിനെതിരെ താങ്കൾ പോലീസിൽ പരാതിപ്പെട്ടോ? അപ്പത്തന്നെ ഡിവൈഎസ്പിനെ വിളിച്ച് പരാതി ഒരു 5 മിനിറ്റ് എഴുതി തയ്യാറാക്കി ഇപ്പൊ കൊടുക്കാൻ പോവുകയാണ്. ഇതിന് ശേഷം കുടുംബം എന്ത് പറഞ്ഞു? എന്റെ കുടുംബവും മറ്റേ ബന്ധുക്കളും എല്ലാം പല സ്ഥലത്തുനിന്നും ഇങ്ങനെ വിളിക്കുന്നു. അവരാകപ്പാടെ വേവലാതിയാണ്. കാരണം ഞാനാണ് ആ മക്കളിൽ മൂത്തത്. പിന്നെ എന്റെ കീഴിലുള്ള ആൾക്കാർ തന്നെ ബന്ധുക്കാരും എല്ലാം ഉള്ളത്. അപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് പല സ്ഥലത്തുനിന്നും ഇങ്ങനെ ഇങ്ങനെ ബന്ധുക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട സമയം നാളെ വൈകിട്ട് 3 മണി വരെയാണ്. താങ്കളുടെ നിലപാട് എന്താണ് ഇപ്പോൾ? ഞാൻ ഉറച്ച നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് തന്നെ പോകും. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല. പാർട്ടിയിലെ ഉന്നതങ്ങളിൽ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇനി ഉന്നതങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം AK ബാലനും വിജയരാഘവൻ അതേമാതിരി തന്നെ കൃഷ്ണദാസോ അല്ലെ ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ഈ വിഷയങ്ങളെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ അറിയാവുന്നതാണ്. പക്ഷെ കൊല്ലുമെന്നൊന്ന് ഭീഷണിപ്പെടുത്താൻ അവര് പറയില്ലല്ലോ. അല്ല, അതവര് പറയില്ല. അവരൊരു കാരണവശാലും പ്രത്യേകിച്ച് എന്നോടത് പറയുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. പാർട്ടിയിൽ എന്തായാലും പരാതിപ്പെട്ടിട്ട് കാര്യമില്ല, അങ്ങനെയാണ്? പാർട്ടിയിൽ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. പണ്ട് ഒരു നിസ്സാര കാര്യത്തിന് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 ദിവസത്തിനകത്ത് ഒരു തീരുമാനം ഉണ്ടായി. ഇപ്പൊ അത് പരാതി പറഞ്ഞേ 5 വർഷം മുന്നം കൊടുത്ത പരാതി CK രാജേന്ദ്രൻ എന്നെ വിളിച്ചു പറയാന്ന് പറഞ്ഞ് ഇതുവരെ വിളിച്ചിട്ടില്ല. ശരി. അപ്പോ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിട്ടാണ് താങ്കൾ പിന്നെ മത്സരിക്കാൻ തീരുമാനിച്ചത് അല്ലേ? എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. കാരണം അതേ രീതിയിലുള്ള അക്രമമാണ്. നിങ്ങൾ ചാനലുകാർ ആരെങ്കിലും അവിടെ ആ പ്രദേശത്ത് വരുവാണെങ്കിൽ അഴിമതിയുടെ പര്യായങ്ങൾ കാണിച്ചു തരാൻ ഞങ്ങള്. അതായത് പാർട്ടിക്കാർ ഇടപെട്ടിട്ടുള്ള അഴിമതി എന്നാണോ പറയുന്നത്? പാർട്ടിക്കാരെ ഇടപെട്ടിട്ട് ഉള്ള അഴിമതിയാണ്. ശരി. ഏതായാലും ശ്രീ രാമകൃഷ്ണൻ, താങ്കൾ പരാതിപ്പെട്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഏതായാലും പോലീസിൽ പരാതി നൽകാൻ പോകുന്നു. പാർട്ടിയിൽ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണ് ശ്രീ VR രാമകൃഷ്ണൻ പറഞ്ഞത്. അദ്ദേഹത്തിനെ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം അവിടുത്തെ ലോക്കൽ സെക്രട്ടറി ജംഷീറിൻ്റെത് എന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ഇതോടുകൂടി ഇനി മത്സരരംഗത്തുനിന്ന് പിൻവാങ്ങാനോ താൻ ഒരുക്കമല്ല എന്നാണ് പറയുന്നത്. നമുക്ക് ആ ഫോൺ സംഭാഷണം, അതിലൂടെയാണ് ഈ VR രാമകൃഷ്ണനെ കൊലപ്പെടുത്തും എന്ന ഭീഷണി അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയായ ജംഷീർ അങ്ങനെ ഒരു ഭീഷണി നടത്തുന്നത്.